മാർക്കറ്റിലത്തെ മാനിപ്പുലേഷൻ സ്റ്റേജ് കാരണം നമുക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് അല്ലേ? ഇതെങ്ങനെ ഓവർകം ചെയ്യാം? എൻ്റെ റീസെന്റ് വീഡിയോസിൽ ഇതേ ഡൗട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. സോ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് സെർട്ടൈൻ പോയിന്റിലത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് ഒരിക്കലും ലീഗൽ അല്ല, പക്ഷെ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതിൽ പണി കിട്ടുന്നത് നമുക്ക്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങൾ പലവിടെയും കേട്ടിട്ടുണ്ടാവും, ഹയർ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രീസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ഈവൻ 15 മിനിറ്റിൽ പോലും നിങ്ങൾ ഇപ്പോഴും അനലൈസ് ചെയ്യാറില്ലേ? മാർക്കറ്റ് അപ്പ് ആവോ ഡൗൺ ആവോ എന്ന് നോക്കാറില്ലേ? ഇനി നിങ്ങൾ ലോവർ ടൈം ഫ്രെയിംസിൽ മാർക്കറ്റ് അപ്പ് ആവോ ഡൗൺ ആവോ എന്ന് നോക്കരുത്, ഇൻക്ലൂഡിങ് 15 മിനിറ്റ്സ്. ഈ ടൈം ഫ്രെയിംസിലെല്ലാം മാർക്കറ്റിൽ നിങ്ങൾ കാണുന്ന ഹൈയും ലോയും എല്ലാം ഫേക്ക് ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസസ് ഈ ടൈം ഫ്രെയിമിൽ മാത്രം ഇരുന്ന് അനലൈസ് ചെയ്യുന്നത് കൊണ്ട് ഹിറ്റ് ആവുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ 3 ടൈം ഫ്രെയിംസ് ആണ് ബെസ്റ്റ്. 1 ഡേ, 4 അവർ ആൻഡ് 1 അവർ. ഈ 3 ടൈം ഫ്രെയിംസിലുള്ള ക്യാൻഡിൽസും സോൺസും കീ ലെവൽസും എല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്കറ്റ് അപ്പ് പോവോ ഡൗൺ പോവോ എന്ന് നോക്കാൻ. ഇതിനുശേഷം എൻട്രി എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 മിനിറ്റോ 5 മിനിറ്റിലോട്ടോ പോയാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 അവറിൽ തന്നെ എൻട്രീസ് എടുക്കാൻ കേട്ടോ, ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്കിൽ ഉണ്ടായിട്ടും മാനിപ്പുലേഷൻ കാരണം സ്റ്റോപ്പ് ലോസ് വാങ്ങുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഫോളോ കൂടി ചെയ്തോ.